മമ്മൂക്ക മൂവിയായ ബസൂക്കയുടെയും ദുൽഖർ സൽമാൻ്റെ ലേറ്റസ്റ്റ് ചിത്രത്തിൻ്റെയും അപ്ഡേറ്റുകളാണ് നമ്മളൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലക്കി ഭാസ്കർ എന്ന ചിത്രം പൂർത്തീകരിച്ചതിന് ശേഷം ദുൽഖർ സൽമാൻ്റെ അടുത്ത സിനിമയുടെ പൂജാ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. റാണ ദഗുപതി ദുൽഖർ സൽമാനെ നായകനാക്കി നിർമ്മിക്കുന്ന കാന്ത എന്ന ചിത്രത്തിൻ്റെ പൂജാവേളയിലെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാൻ വീണ്ടും ഒരു തെലുങ്ക് ചിത്രത്തിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. ഇതും ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് 4 ലാംഗ്വേജിലാണ് ഒരേ സമയത്ത് റിലീസ് ചെയ്യുന്നത്. കാന്ത എന്ന ചിത്രം പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ ദുൽഖർ സൽമാൻ മറ്റൊരു മലയാള ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അതേസമയം ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം ഒക്ടോബർ 31 തിയേറ്ററിൽ എത്തും. 4 ലാംഗ്വേജിലായിട്ട് ഒരേ സമയത്ത് തന്നെയാണ് ചിത്രത്തിന്റെ റിലീസ്. മമ്മൂക്കയുടെ 1.5 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ച മൂവിയാണല്ലോ ബസൂക്ക. ഇന്നലെ മമ്മൂക്കയുടെ ജന്മദിനത്തോടൊപ്പം ചിത്രത്തിന്റെ ഒരു പോസ്റ്ററും അതിൽ മെൻഷൻ ചെയ്ത റിലീസിംഗ് ഡേറ്റും ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റർ കിട്ടിയെങ്കിലും റിലീസിംഗ് ഡേറ്റ് പുറത്തു വരാത്തതിൽ ആരാധകർ നിരാശയിലാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഡിസംബർ അവസാനത്തിലോ അല്ലെങ്കിൽ 2025 ജനുവരിയിൽ ആദ്യത്തിലോ മാത്രമേ തിയേറ്ററിൽ എത്തൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. തിയേറ്റർ ഉടമകളുടെ അടുത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സ്പ്രെഡ് ആയിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം ചിലപ്പോൾ നേരത്തെ എത്താനും സാധ്യതയുണ്ട്.